ആരാധകർക്കിടയിൽ ചർച്ചയായ കിങ്ഡം എന്ന ചിത്രത്തിന്റെ OTT സ്ട്രീമിംഗ് റിപ്പോർട്ടുകൾ എത്തുകയാണ്. ജൂലൈ 31-ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം സമ്മിശ്ര പ്രതികരണങ്ങളാണ് പ്രേക്ഷകരിൽ നിന്നും നേടിയത്. തെന്നിന്ത്യൻ യുവതാരനിരയിൽ ശ്രദ്ധയാകർഷിച്ച വിജയ് ദേവരകൊണ്ടയ്ക്ക് സമീപകാലത്ത് വൻ വിജയങ്ങളൊന്നും തന്നെ നേടാൻ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ തന്നെ തിയേറ്ററുകളിലെത്തിയ കിങ്ഡം എന്ന ചിത്രം താരത്തെ സംബന്ധിച്ച് നിർണായകമായിരുന്നു. ചിത്രത്തിന് മോശമല്ലാത്ത ഓപ്പണിംഗ് കളക്ഷൻ തന്നെയാണ് ലഭിച്ചത്. എന്നാൽ പിന്നീട് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സിനിമയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. സമ്മിശ്ര പ്രതികരണങ്ങളാണ് ചിത്രത്തിന് കേരളത്തിൽ നിന്നടക്കം ലഭിച്ചത്. ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് ആണ് ചിത്രം കേരളത്തിലെത്തിച്ചത്. ഇപ്പോഴത്തെ സിനിമയുടെ OTT സ്ട്രീമിംഗ് സംബന്ധിച്ച റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വൻതുകയ്ക്ക് സിനിമയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. തിയേറ്ററിൽ ഒരു മാസം പൂർത്തിയാക്കിയ ശേഷം ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഓഗസ്റ്റ് 28-ന് ചിത്രം OTTയിൽ എത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ സിനിമയുടെ നിർമ്മാതാക്കളോ അണിയറ പ്രവർത്തകരോ ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ല. സിനിമയ്ക്ക് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നുവെങ്കിലും വിജയ് ദേവരകൊണ്ടയുടെ പ്രകടനത്തിന് മികച്ച അഭിപ്രായങ്ങൾ ലഭിച്ചിരുന്നു. വിജയ് ദേവരകൊണ്ടയുടെ തിരിച്ചുവരവാണ് കിങ്ഡം എന്നും മികച്ച പ്രകടനമാണ് നടൻ കാഴ്ചവെച്ചിരിക്കുന്നതെന്നും എക്സിൽ നിരവധി പേർ കുറിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ആദ്യ ദിനം 50 ലക്ഷം കളക്ഷൻ നേടിയെന്നാണ് പുറത്തുവരുന്ന വിവരം. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം ഇതുവരെ 67 കോടി നേടിയെന്ന കണക്കുകളാണ് നിർമ്മാതാക്കൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആഗോളതലത്തിൽ നിന്നും 15 കോടിയാണ് ഈ വിജയ് ദേവരകൊണ്ട ചിത്രം പ്രീസെയിൽ വഴി നേടിയത്. അതേസമയം ചിത്രത്തിന് അനിരുദ്ധ് രവിചന്ദ്ര വാങ്ങിയ പ്രതിഫലവും നേരത്തെ ചർച്ചയായിരുന്നു. കിങ്ഡം എന്ന ചിത്രത്തിനായി 12 കോടി രൂപയാണ് അനിരുദ്ധ് പ്രതിഫലം വാങ്ങിയതെന്നാണ് വിവരം. പശ്ചാത്തല സംഗീതത്തിനായി അനിരുദ്ധ് സമയം അധികമെടുത്തതിനാലാണ് കിങ്ഡം വൈകിയതെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ജൂലൈ 31-നാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത്. ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ എത്തിയ ചിത്രത്തിൽ ശാരീരികമായി വലിയ മേക്ക് ഓവർ തന്നെ വിജയ് ദേവരകൊണ്ട നടത്തിയിട്ടുണ്ട്. ചിത്രത്തിന്റെ സ്വഭാവത്തെപ്പറ്റി കൃത്യമായി പറയുന്ന ടീസറിന് 1 മിനിറ്റ് 55 സെക്കൻഡ് ദൈർഘ്യമാണ് ഉണ്ടായിരുന്നത്. ജേഴ്സി അടക്കമുള്ള ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ സംവിധായകൻ ഗൗതം തിണ്ണനൂരിയാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. മലയാളികളായ ജോമോൻ ടി ജോണും ഗിരീഷ് ഗംഗാധരനുമാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. ഇത് മലയാളി സിനിമാ പ്രേമികളെ സംബന്ധിച്ചും അഭിമാനകരമായ നിമിഷമാണ്. സിതാര എന്റർടൈൻമെന്റ്സ്, ഫോർച്യൂൺ 4 സിനിമാസ് എന്നീ ബാനറുകളിൽ നാഗവംശീയസും സായി സൗജന്യയും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. പ്രൊഡക്ഷൻ ഡിസൈനിങ്ങിന് ഏറെ പ്രാധാന്യമുള്ള ചിത്രത്തിൽ ആ റോൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് അവിനാഷ് കൊല്ലയാണ്. തെലുങ്കിന് പുറമെ തമിഴ്, ഹിന്ദി പതിപ്പുകളിലും ചിത്രം പ്രദർശനത്തിന് എത്തുന്നുണ്ട്. തെലുങ്ക് പതിപ്പിൽ ജൂനിയർ NTR ആണ് നറേറ്ററായി എത്തുന്നത്. തമിഴിൽ ഈ സ്ഥാനത്ത് സൂര്യയും ഹിന്ദിയിൽ രൺബീർ കപൂറുമാണ്. സാമ്രാജ്യ എന്നാണ് ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പിന്റെ പേര്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.